അയ്യോ പൊള്ളിക്കുന്നു. എങ്ങോട്ടാ യാത്രയാണല്ലോ. സ്റ്റൈലല്ലേ ലുക്കില്ലേ? പിന്നെ ടൂർ പോകണം. 5 ദിവസത്തെ പരിപാടിയാ, പാക്കേജാ. ഓ ഓഫീസിൽ നിന്ന് എല്ലാരും ഉണ്ട്. നല്ല അടിപൊളി എല്ലാ സ്റ്റാഫും ഉണ്ട്. ശരി. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരും. അല്ല ഈ കണ്ണട എന്നാ മേടിച്ച്? ഇത് ഇന്നലെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോ ഫോട്ടോ നല്ല ലുക്കായിരിക്കും. 5 ദിവസത്തെ പരിപാടി. ഡ്രസ്സൊക്കെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ വണ്ടി കൊണ്ടുവച്ച് കഴിഞ്ഞോ? നമ്മളാരും കണ്ടില്ലല്ലപ്പാ. ആകെ എന്താ പുറത്തുകൊണ്ടിട്ട് അയൺ ചെയ്യിപ്പിച്ച്. പിന്നെ 5 ദിവസത്തെ പരിപാടിയാണ്. ഫുൾ പാക്കേജ്. ഞങ്ങള് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര പരിപാടിയാ. റിസോർട്ട്, അതില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എനിക്ക് മാത്രമേ നീന്താൻ അറിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം ഉണ്ടല്ലോ. പിന്നെ ഈ റോപ്പിൽ ഇങ്ങനെ പോവില്ല, റോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് 3-4 ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, പോണേ മലയുടെ ഇതിന്റെ മേലെ കൂടെ ഒക്കെ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാം കുറെ നല്ല രസമുള്ള സാധനം. രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടാവും രാത്രിയാകുമ്പോ. ഫുള്ള് വൈബ്, തീയൊക്കെ കത്തിച്ചിട്ട് ചുറ്റും ഇങ്ങനെ ഡാൻസ് കളിക്കുക. എല്ലാരും ഉണ്ടാവും, ലേഡീസും എല്ലാവരും. ഞങ്ങളെ സ്റ്റാഫിന്റെ ഇതാണല്ലോ. ഫുള്ള് രസമായിട്ട് പാട്ടൊക്കെ വെച്ച് ഫുള്ള് അടിപൊളി പാക്കേജാണ്. ഫാമിലി ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഫാമിലി പാടില്ല. അത് എങ്ങനെ ഉണ്ട്, സർക്കുലറിൽ എങ്ങനെ ഉണ്ട്. അപ്പൊ ഫുള്ള് സെറ്റപ്പ് ആയിട്ടാണ് പോണത്. പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റപ്പ് ഒക്കെ ആയിക്കോ. പക്ഷെ പോവാൻ അനുവാദം ചോദിക്കൊന്നുമില്ലേ? ഞാൻ ചോദിച്ചാലോ. എപ്പോ? ഞാൻ സർക്കാരിന്റെ അതില് ഓഫീസിൽ അവിടെ. ഈ വീട്ടിൽ അനുവാദം ചോദിക്കണില്ല എന്നോട്? സർക്കാരിന്റെതാണല്ലോ, അപ്പൊ പിന്നെ വീട്ടിൽ. പിന്നെ ഈ ഓൾറെഡി അനുവാദം തരുമല്ലോ. പോണോണ്ടേ തിരക്കിടൊന്നുമില്ല. അപ്പൊ ആദ്യം മുറിഞ്ഞ കാലായിട്ട് പോകേണ്ടി വരും. അതങ്ങനെയാണ്. ഞാനും ഇപ്പം കൂടി കാല് തല്ലിടിക്കുമല്ലോ. ഇല്ലപ്പാ, അതങ്ങനെയാ. പെണ്ണുങ്ങളെ കൂടെ തൽക്കാലം നീരാടണ്ട. അല്ല, ഞാൻ പഠിപ്പിക്കാണ്. പോണ്ടാന്ന് പറഞ്ഞില്ലേ? പോണ്ട. എന്താണ്? അതങ്ങനെയാണ്. ഇപ്പൊ പോവാൻ സമ്മതിക്കില്ല. ഇല്ല. നിങ്ങളും കൂട്ടാണ്. 2 കാലും നമ്മൾ മുറിക്കും. നിങ്ങളും കൂട്ടാണ്. വെച്ചോളി കൂളിംഗ് ഗ്ലാസ്. എടീ, ഇന്നെ പേടിച്ചിട്ടൊന്നല്ല. ഞാൻ ടൂർ പോകണമെന്ന് വിചാരിച്ചാൽ ടൂർ പോയിരിക്കും. മനസ്സിലായില്ല? എന്നെ പേടിച്ചിട്ടൊന്നല്ല വിചാരിക്കണം. എന്തായാലും വിചാരിക്കണട്ടാ. ഞാൻ ടൂർ പോകണമെന്ന് വെച്ചാൽ പോകും. പിന്നെ എനിക്കൊരു വിചാരം ഉണ്ടെങ്കിൽ വീട്ടിലത്തെ വലിയ ആളാണ്. അത് മനസ്സിൽ വെച്ചാൽ മതിട്ടാ. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പോകും. ഈ കാല് തല്ലൊടിച്ചാലും ഇവിടെ ഇല്ലെങ്കിലും വേണ്ടില്ല. ഞാൻ വെറുതെ കുടുംബത്തിൽ പ്രശ്നം വേണ്ട ചിട്ടാണ്. ആലോചന കൂടെ പറയിക്കണ്ട ചിട്ടാ. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് രജനീകാന്ത. നമുക്കൊരു സെൽഫി എടുക്കാം. ഞാനിപ്പോ അവരോട് എന്ത് വിളിച്ചു പറയും? നാണക്കേടാണ്. തന്തെങ്കിലും നിങ്ങളെ ചിരി കളിയാക്കെ ചിരിണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പേപ്പർ വെച്ചോളെ. പരീക്ഷയ്ക്ക് പഠിക്കാൻ കളി. അപ്പൊ എന്നാ റൂമിൽ പോയിക്കോ, ചെല്ലി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടൂറ്